നമസ്തേ. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന CAA 2019 ഡിസംബർ മാസം പാസ്സാക്കിയ ഒരു നിയമമാണ്. കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. എന്താണ് അതിൽ പറയുന്നത്? വലിയ പ്രക്ഷോഭങ്ങളുമൊക്കെ അതിനെ ചൊല്ലി ഉണ്ടായതാണ്. വലിയ വിഘടനവാദം പോലും അതിനെ ചൊല്ലി ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്നു. എന്താണ് ആ ആക്ടിൽ പറയുന്നത്? അതിനകത്ത് സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ടുള്ള ഒരു നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് സിറ്റിസൺഷിപ്പ് ആക്ട്. 1955 ആ 55 നിയമത്തിൽ ഒരു അമെൻമെൻറ്റ്, ഒരു ഭേദഗതി വരുത്തുന്നു. അതിനുള്ള നിയമമാണ് ഈ 2019 നിയമം. എന്താണ് ആ ഭേദഗതി? സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ ഒരു ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. ആരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്? അതായത് ഒരു പാസ്പോർട്ടോ അതുപോലുള്ള മറ്റേതെങ്കിലും രേഖകളോ സാധുതയുള്ള രേഖകളോ ഒന്നുമില്ലാതെ ഇന്ത്യയിലേക്ക് വരുന്നവർ, അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. ഇനി ഈ രേഖകൾ പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് രേഖകളിലോ കൊണ്ട് അതിൻ്റെ ബലത്തിൽ ഇങ്ങോട്ട് വരുന്നവർ ഇവിടെ അനുവദിക്കപ്പെടുന്ന കാലാവധി കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവരും ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല. അതാണ് സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ പറയുന്നത്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷ പീഡനം സഹിക്കാൻ വയ്യാതെ കുറേ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ, ബുദ്ധന്മാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ സിഖുകാർ. ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം മതപീഡനത്തെ തുടർന്നാണ് അവരിങ്ങനെ കടന്നു വന്നിട്ടുള്ളത്. ഇവർ 2014 ഡിസംബർ 31 മുമ്പ് വന്നവരാണെങ്കിൽ അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് കാണാൻ പാടില്ല എന്നാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിൽ പറയുന്നത്. പക്ഷേ അവരെ ഇവിടെ താമസിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് പാസ്പോർട്ട് ആക്റ്റിലെയും ഫോറിനേഴ്സ് ആക്റ്റിലെയും വ്യവസ്ഥകൾക്ക് ഒഴിവ് കൊടുത്തുകൊണ്ട്, നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇവരെ ഇവിടെ തുടർന്ന് താമസിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടാകണം. അങ്ങനെയുള്ളവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിരിക്കില്ല എന്നാണ് ഈ ആക്റ്റിലെ അതായത് അമെൻമെൻറ്റ് ആക്ട് 2019 ആക്റ്റിലെ 2ാം വകുപ്പ് പറയുന്നത്. എന്താണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആയാലുള്ള കുഴപ്പം? എന്താണ് ആയില്ലൊരു ഗുണം? ആയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല. ആയില്ലെങ്കിൽ, അതായത് ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഒരു അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ അവരെ നാച്ചുറലൈസേഷൻ എന്നും പറഞ്ഞിട്ടൊരു പ്രോസസ്സുണ്ട്. അവരെ അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും ആ പ്രോസസ്സ് വഴി. അപ്പോൾ അവർ ഇന്ത്യൻ സിറ്റിസൺസായിട്ട് കണക്കാക്കപ്പെടും. ഇത് ഈ പറഞ്ഞ 6 മതവിഭാഗങ്ങൾക്കായിട്ടാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഹിന്ദുക്കൾ, അതുപോലെ തന്നെ സിഖുകാർ, ജൈനന്മാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ. ഈ 6 മതവിഭാഗങ്ങൾക്കായിരുന്നു അതുകൊണ്ട് പ്രയോജനം കിട്ടുക. ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ള മുസ്ലിങ്ങളെ എല്ലാം പുറത്താക്കും എന്നൊക്കെ ദുഷ്പ്രചാരണം നടത്തിയാണ് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിച്ചത്. പക്ഷെ അങ്ങനെ ആരെയും പുറത്താക്കുന്നതിനെക്കുറിച്ചൊന്നും ഈ അമെൻമെൻറ്റ് ആക്റ്റിൽ പറയുന്നില്ല. സിറ്റിസൺ അല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് പുറത്ത് പോകേണ്ടി വരും. അത് വേറെ കാര്യം. പക്ഷേ അവരൊക്കെ ഇവിടെ 2-3 തരത്തിൽ സിറ്റിസൺ ആകാവുന്ന ആൾക്കാരാണ്. ഒന്ന്, അവരുടെ ജന്മന ഇവിടെ തന്നെ ഉള്ളവർ, അല്ലെങ്കിൽ ഇതുപോലെ അപേക്ഷ കൊടുത്ത് ആ സിറ്റിസൺഷിപ്പ്
നേടിയവർ അവർക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ജനിച്ച് വളർന്നവരെല്ലാം ഇവിടുത്തെ സിറ്റിസൺസ് തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടായാൽ മാത്രമേ അവരുടെ ആ വാദത്തെക്കുറിച്ച് അതിനുള്ള രേഖകൾ പരിശോധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള മുസ്ലിങ്ങളായാലും ഏത് മതക്കാരായാലും ഇവിടുത്തെ ആരോടെങ്കിലും ഒരു രേഖ ചോദിക്കുന്നുണ്ടോ? എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ എന്തിനാണ് ഈ വേവലാതി? ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മതമൗലിക രാജ്യങ്ങളിൽ നിന്ന്, മതമൗലിക ശക്തികൾക്ക് മേൽക്കോയ്മയുള്ള രാജ്യങ്ങളിൽ നിന്ന് പീഡനങ്ങൾ അവർ സ്വാഭാവികമായിട്ട്, ന്യൂനപക്ഷങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പണ്ടുണ്ടായിരുന്നത് നിന്ന് ഇന്നത്തേക്ക് ഈ കാലം വരെ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. അപ്പം അങ്ങനെ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ആളുകൾ ഒന്നില്ല ആ മതം തന്നെ അങ്ങ് സ്വീകരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ശല്യം എഴുതല്ലോ, അവരും ആ ഭാഗത്തേക്ക് ചേരും. അങ്ങനെ ഒന്നിൽ അവരെ മതം മാറ്റി അങ്ങനെ ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പീഡിപ്പിച്ച് ഓടിക്കുക, പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാക്കിയിട്ട് അവരെ ആ രാജ്യത്തു നിന്ന് ഓടിക്കുക. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചവരാണ് ഇവിടെ അഭയം തേടി വന്നിട്ടുള്ളത്. അത് 2014 ഡിസംബർ 31 മുമ്പ് വന്നവരാണെങ്കിൽ അവർക്ക് ഈ ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ലാതാക്കാനുള്ള ഒരു നിയമ ഭേദഗതിയാണിത്. പക്ഷെ ഒരു കാര്യം കൂടെ വേണം, അവരെ ഇവിടെ തുടർന്ന് താമസിച്ചോളാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടാവണം. പാസ്പോർട്ട് ആക്ടിൻ്റെയും അതുപോലെ ഫോറിനേഴ്സ് ആക്ടിൻ്റെയും നിബന്ധനകളിൽ നിന്ന് അവരെ ഒഴിവാക്കി അവരിവിടെ താമസിച്ചോട്ടെ എന്ന് ഒരു അനുവാദം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്ക് ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസ് എന്നുള്ള നിലയിൽ അവരെ കണക്കാക്കത്തില്ല. അവർക്ക് ഭാവിയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാനും പറ്റും. ഇതാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടുന്ന് വന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. വരുന്നവർക്കൊക്കെ നമ്മൾ ഇതുപോലുള്ള ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ അവിടുന്ന് പീഡനങ്ങൾ അനുഭവിച്ചിട്ട് വരുന്നവർക്ക്, അനുഭവിക്കുന്നത് കൊണ്ട് വരുന്നവർക്ക് നമ്മൾ ആ ആനുകൂല്യം കൊടുക്കണം, അല്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. വരുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോ ഇൻഡിവിജ്വൽ കേസിൽ അവർ പരിശോധിച്ചിട്ട് കൊടുക്കും. അവർ യോഗ്യരാണെങ്കിൽ, ഇന്ത്യയുടെ കൂറും വിശ്വാസ്യതയും പുലർത്തുന്നവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ ആളുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അപേക്ഷ കൊടുത്ത് സിറ്റിസൺഷിപ്പ് നേടുന്നത്. ഇതിന് ഇവിടെ ഞാൻ ഈ പ്രശ്നം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നടപ്പിലാക്കത്തില്ലെന്ന് ഇന്ന് ഇളമരം കരിയും പറഞ്ഞതായിട്ടൊരു പ്രസ്താവന കണ്ടു. തമിഴ്നാട്ടിൽ നടപ്പിലാക്കത്തില്ലെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട്. ഇതൊന്നും ഒരു കാര്യമില്ല. കാരണം ഒരു അധികാരവും ഇല്ലാത്തത് നടപ്പിലാക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. കേന്ദ്ര സർക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവർക്ക് ഈ അമെൻമെൻറ്റ് CAA അകത്ത് ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ളവരുടെ അവർക്ക് ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലാതാക്കും അവരെ. അങ്ങനെ അവസാനം അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും ചെയ്യും. ഇവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഈ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങളിവിടെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു വിലയുമില്ല. അതെങ്കിലും ഇവർ മനസ്സിലാക്കണം. ഇളമരങ്കരിയൊക്കെ ഒരു MP അല്ലേ, ഇതൊക്കെ ഇരുന്ന് പാസ്സാക്കിയ കൂട്ടത്തിലുള്ളതാണ് അദ്ദേഹം. ഇതൊക്കെ നിയമമൊക്കെ ഇതൊന്ന് വായിച്ച് നോക്കി വേണ്ടേ പാസ്സാക്കാൻ അല്ലെങ്കിൽ എതിർക്കാൻ. ഇതൊന്നും അദ്ദേഹം ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു റോളും ഇല്ലാത്തടത്ത് കയറി ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കത്തില്ലെന്ന് പറഞ്ഞു. സമ്മതിക്കത്തില്ലെന്നുള്ളത് വേറെ, അത് പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ്. നടപ്പിലാക്കത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളോട് നടപ്പിലാക്കാൻ ആര് പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ അവരോട് ആരും പറഞ്ഞിട്ടില്ല, അവർ നടപ്പിലാക്കേണ്ട കാര്യവുമില്ല. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കോളും. നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുക, വെപ്രാളപ്പെടേണ്ട, അസ്വസ്ഥമാക്കേണ്ട മനസ്സ്. ഇതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.